നല്ല ഫ്ലവർ ഉണ്ടാകാനും നല്ല ഫ്രഷ് ആയിട്ടിരിക്കാനും ഞാൻ കൊടുക്കാറുള്ള വളമാണ് ഞാനിന്ന് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപ് ഞാനൊരു കാര്യം പറയാണ്, എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, മറക്കാതെ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ തന്നെ പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് ആവശ്യമായിട്ടുള്ളത്, നമ്മൾ പഴം കഴിച്ചതിന് ശേഷം വെറുതെ കളയാറുള്ള അതിൻ്റെ തൊലി മാത്രമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. പഴത്തിൽ ധാരാളം പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ തൊലിയിലും പൊട്ടാസ്യം ധാരാളം അടങ്ങിയിട്ടുള്ളതാണ്. പഴത്തൊലി മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അതിനുശേഷം ഒരു ദിവസം ഒന്ന് മാറ്റി വെക്കണം, അതൊന്ന് പുളിച്ച് വരണം. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് കഞ്ഞിവെള്ളം കൂടിയാണ്. കഞ്ഞിവെള്ളവും അതുപോലെ തന്നെ ഒന്ന് പുളിപ്പിക്കാൻ വേണ്ടി എടുത്ത് വെക്കുക. അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം മാറ്റി വെച്ചതായിരുന്നു പുളിപ്പിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇനി ഇത് പഴത്തൊലി മിക്സിയിൽ അരച്ചതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടെ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് നേർപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ മിശ്രിതത്തിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ ഇടയ്ക്കൊന്ന് പൗസായിട്ടുണ്ട്, അതുകൊണ്ട് അത് റെക്കോർഡായിട്ടില്ല കേട്ടോ. ഈ വളം മാസത്തിലൊരു തവണയെങ്കിലും ചെടികൾക്ക് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഇനി ഇത് നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നോട് എല്ലാവരും ചോദിക്കാറുണ്ട് ചെടികൾക്ക് എന്ത് വളമാണ് കൊടുക്കുന്നത് എന്ന്. കാര്യം എൻ്റെ എല്ലാ ചെടിയും നല്ല ഫ്രഷായിട്ടാണ് ഇരിക്കുന്നത്, അതിൻ്റെ ലീഫെല്ലാം നല്ല ഫ്രഷായിട്ടാണ് ഇരിക്കുന്നത്. അത് കണ്ടിട്ടാണ് അവരങ്ങനെ ചോദിക്കുന്നത്. ഈ വളം നമുക്ക് റോസ് ചെടിക്കും കൊടുക്കാവുന്നതാണ്. റോസ് ചെടിയിൽ നല്ല ഫ്ലവറൊക്കെ വരാൻ ഇത് വളരെ നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണേ.